കുഞ്ഞുകുട്ടി ഇങ്ങനെ ബാഗൊക്കെ ഇട്ട് സ്കൂളിൽ പോകുന്നത്? എങ്ങനെയാ ബാഗൊക്കെ ഇട്ട് സ്കൂളിൽ പോകുന്നത്? ഇങ്ങനെ കുഞ്ഞിനെക്കുട്ടി തമ്പുരി ചേച്ചിയുടെ കൂടെ ബാഗൊക്കെ ഇട്ട് കൊടയൊക്കെ പിടിച്ച്. ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ നിങ്ങൾ ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവുമല്ലേ കുഞ്ഞിനെക്കുട്ടിൻ്റെ മുടി വെട്ടാൻ പോയിട്ട് കുളവായതൊക്കെ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെട്ടി വന്നായിരുന്നു കേട്ടോ. മുകൾ ഭാഗത്തെ കനം കുറയ്ക്കാൻ നോക്കിയതാണ് പണി കിട്ടിയത്. പിന്നെ ഞാൻ അവനെയും കൊണ്ട് കടയിൽ പോയിട്ട് വെട്ടിയിട്ട് വന്നു കേട്ടോ. അങ്ങനെ കല്യാണത്തിനൊക്കെ പോയി നമ്മളെ സുന്ദരക്കുട്ടനായിട്ട് തിരിച്ചു വന്നു. അപ്പോൾ എനിക്കിന്ന് വീഡിയോ സത്യത്തിൽ ഇടാനായിട്ട് സമയമൊന്നും ഒട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആകെപ്പാടെ ഒരു എന്താ പറയുക, ഇവിടെയാണ് നമുക്ക് വെള്ളമൊക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ അതിൻ്റെ ഡ്രസ്സ് അലക്കലും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് എല്ലാം കൂടി വന്നു കഴിയുമ്പോഴത്തേന് ആകെ പ്രാന്ത് കയറും. അത് കാരണം ഞാനത് കുറച്ച് റെക്കോർഡ് ചെയ്തിട്ട് ബാക്കി ഓൺ വോയിസ് വീഡിയോ തന്നെയായിട്ടാട്ടോ ഇടുന്നത്. ഞാനും കുഞ്ഞിനെക്കുട്ടനും കുഞ്ഞിപ്പെണ്ണും കൂടി ഇരുന്നിട്ടേ ചുമ്മാ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന വീഡിയോ. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് ഇങ്ങനെ വാട്സപ്പിലൊക്കെ ചോദിക്കാറുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറിയ ഷോർട്സൊക്കെ കണ്ടിട്ടേ ഒരുപാട് പേര് വിളിക്കും, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കും. എന്നിട്ട് എന്താ പ്രശ്നമോ സംസാരിക്കുമോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ എന്താ പറയുക, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വിശദീകരിച്ച് പറയാനേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഫോൺ വരുമ്പോൾ എടുക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്നൊരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ ആൾ കട്ട് ചെയ്ത്. അപ്പോൾ ഞാൻ തിരിച്ചു വിളിച്ചു. എനിക്ക് ആരാന്നൊന്നും മനസ്സിലായില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇനി കുഞ്ഞിനെക്കുട്ടനെ ഏതെങ്കിലും ഇപ്പം നിരാമയിലോ അങ്ങനെ എവിടെന്നെങ്കിലുമൊക്കെ വിളിച്ചാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ തിരിച്ചു വിളിച്ചത്. അപ്പോൾ എന്നോട് ഇത് പറഞ്ഞു, അതിൻ്റെ അകത്ത് എഴുതിയേക്കുന്നത് കണ്ടിട്ടാട്ടോ ഞാൻ കട്ട് ചെയ്ത. ചെറിയ കുഞ്ഞും കൂടി ഉണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് ഓർത്തിട്ട് കട്ട് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ സന്തോഷമായിട്ട്. കാരണം നമ്മളെ മനസ്സിലാക്കുന്ന ആളുകളും ഉണ്ടല്ലോ. അപ്പോൾ ചില ആളുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുഞ്ഞിനെക്കുട്ടനെ ഈ ഫോട്ടോയിൽ ഇല്ലാത്തതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, അത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ കുഞ്ഞിനെക്കുട്ടനെ മഞ്ഞയൊക്കെ ഇടിച്ച് അടിപൊളിയായിട്ട് പോയതായിരുന്നു കേട്ടോ ഹൽദിക്ക്. മഞ്ഞയെന്ന് പറഞ്ഞാൽ തമ്പുരിട്ടേക്കുന്നതിൻ്റെ അതേ കളർ തന്നെയായിരുന്നു. കുഞ്ഞിപ്പെണ്ണിനും മഞ്ഞുടുപ്പൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയി. അപ്പോൾ നല്ല കൂർക്കം വലിച്ച് ഉറക്കമായിരുന്നു കേട്ടോ ആശാൻ. ആദ്യം അവിടെ ചെന്നിട്ട് ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ അവന് വയറ് നിറച്ച് ഫുഡൊക്കെ കൊടുത്തിട്ടേ കിടത്തി ഉറക്കി. പിന്നെ അവിടെ കിടന്ന് ഉറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചെന്ന് എണീപ്പിക്കണ്ട, ഉറങ്ങട്ടെ. കാരണം അവനും ചില സമയത്ത് ദേഷ്യം വരും. ഇങ്ങനെ ഒരുപാട് ആളുകളെയൊക്കെ കണ്ടു കഴിയുമ്പോഴേ പിന്നെ ഉറക്കം പോയാൽ മാത്രമേ ആൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയുള്ളൂ. അപ്പോൾ പറഞ്ഞു വന്ന പോലെ അവൻ്റെ മഞ്ഞ ഡ്രസ്സിൽ അവൻ അഴുക്കാക്കി കേട്ടോ. അഴുക്കാക്കി എന്ന് പറഞ്ഞാൽ പോകുന്ന വഴിക്ക് അവന് വിശന്നു. അപ്പോൾ നമ്മൾ വഴിയിൽ നിന്ന് ഫുഡ് വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ അവൻ്റെ ദേഹത്ത് വീണപ്പോഴേ ഞാനത് മാറ്റിയിട്ടതാണ്. വെള്ളമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവന് തണുത്താലോ എന്ന് വിചാരിച്ചത് മാറ്റി വേറെ ഡ്രസ്സ് ഇട്ടു. പിന്നെ ഇതായിരുന്നു കേട്ടോ കുഞ്ഞിനെക്കുട്ടിന് കല്യാണത്തിന് എടുത്തത് നമ്മൾ. അപ്പോൾ നിക്കർ നേരത്തെ ഉണ്ടായിരുന്നു, ബനിയൻ മാത്രം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവന് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നേരിട്ട് കാണാനായിട്ട്. ഇതിലും നല്ലതാണ്, പക്ഷേ അതിലും അവൻ ഇത് വീഴ്ചയായിരുന്നു കേട്ടോ. അവിടെ ചെന്നപ്പോൾ പപ്പടം പഴം പായസമൊക്കെ ആയിരുന്നു. അവന് ഭയങ്കര ഇഷ്ടമായി. രണ്ടു കൂട്ടവും പായസമൊക്കെ നന്നായിട്ട് കഴിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നമ്മുടെ കുഞ്ഞിനെക്കുട്ടിനെക്കുറിച്ച് മൊത്തത്തിൽ അറിയണം എന്നുള്ളവരൊന്ന് കണ്ടു നോക്കണം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ സംസാരിക്കുമോ എന്നൊക്കെ ഒരുപാട് പേര് എന്തെങ്കിലും സംസാരിക്കുമോ എന്തെങ്കിലും പറയുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയുള്ള ആ ഭാഗം കേട്ട് കഴിയുമ്പോൾ മനസ്സിലാവും കേട്ടോ അവൻ എങ്ങനെയാണ് നമ്മളോട് എന്താ പറയുക ഓരോ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവും കേട്ടോ. അവൻ ഇത്രയൊക്കെ ഉള്ളൂ, അവൻ ഇത്രയൊക്കെ സംസാരിക്കുകയുള്ളൂ. അവൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാറുണ്ട്. പിന്നെ ഇനിയിപ്പോൾ പതുക്കെ സംസാരം വരുമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. നമ്മളോരോ കാര്യങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ടും ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലുള്ള ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കുഞ്ഞിനെക്കുട്ടനെ കാണാൻ. അടുത്തുനിന്നൊന്നുമല്ല, ഒത്തിരി ദൂരെ നിന്നാണ് കേട്ടോ വന്നത്. ഫോട്ടോ കൊച്ചിയിൽ നിന്നാണേ വന്നതേ. പിന്നെ അവർ പുറത്തുള്ളവർ അവർ വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് അന്ന് പറഞ്ഞായിരുന്നു കുഞ്ഞിനെക്കുട്ടനെ കാണാൻ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞായിരുന്നു. അവൻ്റെ ഡ്രസ്സിൻ്റെ സൈസൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് വന്നൊക്കെ കഴിയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര തിരക്കൊക്കെയാണല്ലോ. കാരണം ഒരുപാട് നാൾ കൂടിയല്ലേ നാട്ടിലൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ ഓർത്ത് വരുമൊന്നും ഇല്ലായിരിക്കും, എന്താ പറയുക തിരക്കൊക്കെ ആയത് കാരണം അവർ വിട്ടുപോകായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലൊക്കേഷനൊക്കെ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ കറക്റ്റ് അവർ നമ്മുടെ വീട് തപ്പിപ്പിടിച്ച് വന്നു കേട്ടോ കുഞ്ഞിനെക്കുട്ടനെ കാണാനായിട്ട്. എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി. അവർ വന്നു പോയി കുറച്ച് സമയം ഇവിടെ ഇരുന്നോളെങ്കിലേ വന്നു പോയതിന് ശേഷം നമ്മുടെ കുടുംബത്തിലുള്ള ഒരാൾ വന്നു പോയതുപോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. ഹസ്ബൻഡും വൈഫും കൂടിയാണ് വന്നേ, അനിയനും അനിയത്തിയും. അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് എൻ്റെ അനിയനും അനിയത്തിയും പോലെയൊക്കെ തന്നെ എനിക്ക് അവരോട് സംസാരിച്ചപ്പോൾ ഒക്കെ ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ കുഞ്ഞിനെക്കുട്ടനെ അവർ ഒരുപാട് സമ്മാനങ്ങളൊക്കെ കൊണ്ടുവന്നു, ഡ്രസ്സൊക്കെ കൊണ്ടുവന്നു. പിന്നെ നട്ട്സ് അങ്ങനെയുള്ള ഡേറ്റ്സ് അവന് വേണ്ട സാധനങ്ങൾ, ആവശ്യമില്ലാത്ത ഒന്നും കൊണ്ടുവന്നില്ല. എല്ലാം കുഞ്ഞിനെക്കുട്ടന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ കൊണ്ടുവന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നായിരുന്നു. പിന്നെ ഞാൻ ഓർത്തു വേണ്ട, കാരണം ഞാൻ അവരുടെ അടുത്ത് വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് ആളുടെ ഹസ്ബൻഡ് പറഞ്ഞത് ഇങ്ങനെ വേണ്ട, പുള്ളിക്കാരിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആളുടെ ഹസ്ബൻഡ് പറഞ്ഞത് പേര് പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പം ഇങ്ങനെയൊക്കെ വന്നിട്ട് വീഡിയോ ഒക്കെ എടുത്ത് കഴിയുമ്പോൾ പുറത്തേക്ക് നമ്മൾ ആൾക്കാർ കണ്ടു കഴിയുമ്പോൾ പറയും, വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട് അവർ കുഞ്ഞിനെ കാണാൻ വന്നേന്നൊക്കെ പറയും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ശരിയാട്ടോ, അതൊക്കെ അവർ പറയുന്നത് ശരിയാണ്. കാരണമേ
നമ്മുടെ വീഡിയോയുടെ താഴെ തന്നെ വന്ന കമൻറ്റുകളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് ശരിയാണെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടോ, അതുകൊണ്ട് അത് ഇടാതിരുന്നതേ. കുഞ്ഞിനുകുട്ടനാണെങ്കിൽ എന്നെ ഞെട്ടിച്ചുകൊണ്ട് അവരോട് ഭയങ്കര സ്നേഹം ഉമ്മ കൊടുക്കലൊക്കെ ആയിരുന്നു കേട്ടോ. അവരുടെ കൂടെ പോകാൻ വരെയും തയ്യാറായ പോലെയായിരുന്നു. കുട്ടി തമ്പുരി ചേച്ചിയുടെ കൂടെ ബായിക്കൊക്കെ ഇട്ട് കൊടയൊക്കെ പിടിച്ച് സ്കൂളിൽ പോവും. ഇവിടെ നമ്മൾ ഓടി നടക്കും, അല്ലെങ്കിൽ നമ്മൾ പുത്ത വീട്ടിൽ ചെല്ലുമ്പോൾ ഓടി നടക്കും. കുഞ്ഞിക്കുട്ടിനെ പുതിയ വീട്ടിൽ ചെല്ലുമ്പോൾ കുഞ്ഞിക്കുട്ടി നടക്കുമോ? ഇങ്ങനെ നടക്കണേ. കുഞ്ഞിപ്പെണ്ണിന്റെ കൈയൊക്കെ പിടിച്ച് ചേട്ടൻ നിന്നെ കടയ്ക്ക് കൊണ്ടുപോവാടി എന്നൊക്കെ പറയും അല്ലേ? അന്ന് അമ്മ വിടാൻ പോവാ ഊർന്ന് പോവാണെങ്കിൽ. കൊച്ചൂർന്ന് പോവണ്ട, കൊച്ചമ്മ പറയുന്നത് കേട്ടാ മതി. അമ്മ പറയുന്നത് കേട്ടോ മതി ഇല്ല കുഞ്ഞോളെ? എങ്ങനെ പാട്ട് പാടുന്നേ? പാട്ട് എങ്ങനെയാ പാടുന്നേ? കുഞ്ഞു കൂടെ ഒരു പാട്ട് പഠിക്കേ. ചേട്ടയ്ക്ക് പാട്ടൊക്കെ പാടാറ്. ചേട്ടയ്ക്ക് ഏത് പാട്ടാ പാടണേ? പൊന്ന് ഏത് പാട്ടാ പാടണം അമ്മയുടെ പൊന്ന്? കുഞ്ഞുകൂടെ കാണാൻ ആരാ വന്നേ? ആരാ വന്നേ? ആരാ വന്നേ ഇവിടെ കാണാൻ? അവരെന്നെ കൊണ്ട് തന്നേ? കുഞ്ഞുകൂടെ എന്നെ കൊണ്ട് തന്നേ? ആ എന്നെ കൊണ്ട് തന്നേ? പറ, എന്നെ സമ്മാനം കൊണ്ട് തന്നേ? പറ ചേട്ടായോട് ചോദിച്ചാ എന്നാ സമ്മാനം കൊണ്ട് തന്നേന്ന്. കുഞ്ഞുട്ടിന് സമ്മാനം കൊണ്ട് തന്നു. സമ്മാനം. ഈ കുറുമ്പിപ്പെണ്ണ് എന്നെ കാണിക്കുന്നേ? ഈ കുറുമ്പിപ്പെണ്ണ് എന്നെ കാണിക്കുന്നേ? പെണ്ണ് എന്നെ കാണിക്കണേ? ഈ പെണ്ണ് എന്നെ ചേട്ടാ ഈ കാണിക്കണേ? ആ മര്യാദക്ക് ഇവിടെ ഇരുന്നോണം അല്ലേ? ഇത് കൊച്ചിരിക്കണ വേണ്ട. അത് തന്നെ. അത് തന്നെ. ചേട്ടാ വഴക്കുറയാ കൊച്ചിന്. എന്നാ നീ പെണ്ണിനെ എന്നാ ചെയ്യണേ? ഈ പെണ്ണിനെ എന്നാ ചെയ്യണ്ടേ? മാല കടിക്കണ്ട. കുഞ്ഞിച്ചാനോട് ചോദിച്ചേ. അങ്ങനെയല്ല, അങ്ങനെയല്ല, അങ്ങനെയല്ല പറയുന്നത്. അങ്ങനെയല്ല പറയണ്ടേ. പിന്നെ എങ്ങനെയാ പറയണ്ടേ? എങ്ങനെയാ പറയണ്ടേ? എങ്ങനെയാ പറയണ്ടേ? നല്ലല്ലോ പറയണ്ടേ. അമ്മ എങ്ങനെ പറഞ്ഞു തന്നേക്കുന്നേ? ഉണ്ടോ? പെണ്ണും അങ്ങനെ തന്നെ വെക്കുക. നിന്നെ തൊട്ട ഒപ്പം തന്നെ അവന് താഴെ ഇറങ്ങിയിരിക്കണം. നിന്നെ തൊട്ട അവന് ഒപ്പം തന്നെ താഴെ ഇറങ്ങിയിരിക്കണം. ഇതാണ് തിന്നണേ. ചേട്ടായി രാവിലെ കാപ്പിയൊക്കെ കുടിച്ചു. കൊച്ചിന് തിന്നാൻ കഴിയൂല. എന്നപ്പാ എന്നപ്പാ കുഞ്ഞിയെ എന്നാ വേണ്ടേ? കുഞ്ഞിന് കൂട്ടനെ കാണാൻ ഇവിടെ 2 പേര് വന്നു. അവര് സമ്മാനം കൊണ്ട് തന്നു അല്ലേ? അല്ലേ? എന്നെ സമ്മാനം നമുക്ക് കാണിക്കണ്ടേ? എല്ലാരെയും കാണിച്ചു കൊടുക്കണ്ടേ? കൊച്ചിന് സമ്മാനം കിട്ടിയത് കാണിച്ചു കൊടുക്കണ്ടേ? വേണം. എന്റെ പൊന്നീന്റെ മാല. അടി കിട്ടു കുഞ്ഞിപ്പെണ്ണോട്. അയ്യോ കുഞ്ഞിപ്പെണ്ണാണ് അടിക്കുന്നത്. ചേട്ട പാവം. ചേട്ടക്ക് ഒരു ഉമ്മ കൊടുത്തേരെ. ഒരു ഉമ്മ കൊടുത്തേ. കുഞ്ഞിന് കൂട്ടന് ഒരു ഉമ്മ കൊടുത്തേ. ഉമ്മ കൊടുക്കടാ. ചേട്ട പാവല്ലേടാ. ഒരു ഉമ്മ കൊടുക്കടാ. ചേട്ടനെ അടിക്കണ്ട. ചേട്ടൻ പാവം. അതെന്നെ ചേട്ടൻ ഇവിടെ അപ്പോശം കാണിക്കണ. ചേട്ടനെ മടിയിലിരുന്നു. അമ്മ വിട്ടുവിട്ടോ കുഞ്ഞുണ്ണേ? പോണു. അമ്മ വിട്ടുവിട്ടോ കുഞ്ഞുണ്ണേ? കുഞ്ഞിന് മുറുക്ക പിടിച്ചോണേ കുഞ്ഞിപ്പെണ്ണെ. അമ്മ പിടിച്ചോ. അവള് വീഴും. പിടിച്ചോ. കുഞ്ഞിപ്പെണ്ണ മേത്തേറി കിടക്കുവാണോ? കൊച്ചു പിടിച്ചോ. ചേട്ടനെ മടിയിരിക്കണോ? കൊച്ചിന് മടിയിരിക്കണെന്ന് കുഞ്ഞിപ്പെണ്ണ. കൊച്ചിന് മടിയിരിക്കണെന്ന്. ചേട്ടൻ മടിയിരിക്കണോ? കൊച്ചിന് മടി ഇരുത്തട്ടെ അമ്മ. ഇരുത്തട്ടെ. കുഞ്ഞിന് മടി ഇരുത്തട്ടെ. അയ്യോ മുടി. ചിന്ന കുറുമ്പിപ്പെണ്ണ ഇത്. കുഞ്ഞിനെ കുഞ്ഞിന് പാവ. എന്റെ കുഞ്ഞിന് പാവ. ദേ പോണു. 2നെയും കൂടെ ഞാനിന്നുണ്ടല്ലോ. ഞാൻ വഴക്കൂടണേ. വിശക്കുന്നുണ്ടോ?
തിന്നൂല്ലോ. കുറുക്ക് തിന്നൂല്ലോ. നാലെയാണോ തിന്നാൻ പോണേ? ആ ചേട്ടന്റെ പാട്ട് സൂപ്പർ. കുഞ്ഞിനുകുട്ടന്റെ പാട്ട് സൂപ്പർ. സൂപ്പർ പാട്ട്. സൂപ്പർ പാട്ട്. പിന്നെ ഒത്തിരി പാട്ടൊക്കെ അറിയാം. എന്നിട്ട് എന്നിട്ടോ എന്നിട്ട് എന്നിട്ട് എന്നാന്ന് പറ. എന്നിട്ട് എന്നാ കുഞ്ഞിനെ എവിടെയാടാ ചൊറിയുന്നേ? കൊച്ചിനെ എവിടെയാ ചൊറിയുന്നേ? അമ്മ ചൊറിഞ്ഞു തരാം. എവിടെയാ ചൊറിയുന്നേ? കാണിച്ച അമ്മയുടെ കൈ കൊണ്ടത്തോട്. എവിടെയാ ചൊറിയുന്നേ? എവിടെയാ ചൊറിയുന്നേ? കാണിച്ച എവിടെയാ? കാലേ ചൊറിഞ്ഞു. കാലേ ചൊറിഞ്ഞു. കൊച്ചിന് കാലേ ചൊറിഞ്ഞു. എന്നാ കടിച്ചു? ഉറുമ്പ് കടിച്ചോ? ഉറുമ്പ് കടിച്ചോ കുഞ്ഞുണ്ണീനെ? അമ്മേ വിളിച്ചേ. അമ്മ 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 അമ്മ. ചേട്ടനോട് പറ. അമ്മ അമ്മ അമ്മേ 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 അമ്മ അമ്മ. കുഞ്ഞിനെ അവിടെ പിടിച്ചെഴുന്നേറ്റോ. അവിടെ പിടിച്ചെണീറ്റു എന്നോടാ. അവിടെ പിടിച്ചൊന്ന് എണീറ്റു എന്ന് നോക്കട്ടെ. കൊച്ച് എണീറ്റു. അമ്മ പിടിച്ചോളാം. വീഴൂല. ഇവിടെ പിടിച്ചേ കൊച്ച്. ഇവിടെ പിടിച്ചേ. ഇങ്ങനെ പിടിച്ചിട്ട് എണീറ്റ് നോക്കിയേ. കുഞ്ഞൊന്ന് എണീറ്റ് നോക്കി അവിടെ പിടിച്ചിട്ട്. ആ എത്തൂലേ? എത്തൂലെങ്കിൽ പിടിക്കണ്ട. എത്തൂലെങ്കിൽ പിടിക്കണ്ട. എത്തൂലെങ്കിൽ പിടിക്കണ്ട. കുഞ്ഞിപ്പെണ്ണിനെ നമുക്ക് കുറുക്കുണ്ടാക്കി കൊടുക്കണം. ഈ കാന്താരിപ്പെണ്ണിന്. ഈ കാന്താരിപ്പെണ്ണിന്. കാന്താരിക്കുട്ടിക്ക്. കാന്താരിക്കുട്ടിക്ക്. നമുക്കൊരു ഉമ്മരാവോ? ഒരു ഉമ്മയ്ക്ക് ഉണ്ടോ ഉമ്മ? ഉമ്മ ഉമ്മ. Ini kuku aja. Jangan namanya berjual kali. Jangan namanya berjual kali.
അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കുഞ്ഞിനുകൂട്ടൻ. അപ്പോൾ കുഞ്ഞിനുകൂട്ടൻ സംസാരിക്കുമോ എന്നൊക്കെ ചോദിച്ചവർക്ക് മനസ്സിലായി കാണുമല്ലോ, ഇവൻ ഇങ്ങനെയാണ് നമ്മളോട് ഇൻട്രാക്ട് ചെയ്യുന്നത്, എനിക്ക് മനസ്സിലാവും എന്താ പറയുന്നതെന്ന് കേട്ടോ. അപ്പോൾ ഇങ്ങനെ സൗണ്ടുകൾ മാത്രമേ അവന് കേൾപ്പിക്കുള്ളൂ, പക്ഷേ സൗണ്ടുകൾ കേൾപ്പിക്കുന്നത് നല്ലതെന്ന് ഡോക്ടർ നമ്മളോട് പറഞ്ഞായിരുന്നു കേട്ടോ. കാരണം ഇങ്ങനെ സൗണ്ടുകൾ എടുത്തെടുത്ത് അവസാനം നമ്മൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ ഒരു ദിവസം അവൻ ഇങ്ങോട്ട് റിയാക്ട് ചെയ്ത് പറയൂ കേട്ടോ. അപ്പം അത് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുവാണ്. ആ ഒരു ദിവസം എന്താണെന്ന് അറിയില്ല, ഉടനെ തന്നെ സംഭവിക്കായിരിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇവിടെ രണ്ടാളും കൂടി മുടി പിടിച്ച് വലിക്കലും ഉമ്മ കൊടുക്കലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കട്ടെ. ഇങ്ങനെയാണ് നമ്മുടെ ദിവസങ്ങൾ ഓരോ ദിവസവും കടന്നു പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. പിന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. നിങ്ങൾക്ക് വീഡിയോ മറ്റൊരാളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ കൂടി ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ കാണാം.